ഹലോ, വെൽക്കം ടു മൈ സ്മോൾ വേൾഡ്. ഇന്ന് കോട്ടയം മറിയപ്പള്ളി ബാലഗോകുലം ശാഖയുടെ വാർഷിക ആഘോഷം കൂടാൻ വേണ്ടി പോയതാണ്. ഗോകുലത്തിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ബാലഗോകുലം ശാഖകളിലും വാർഷികാഘോഷം നടത്തി വരുന്നുണ്ട്. ശാഖയുടെ അധ്യക്ഷൻ വൈഭവൻ്റെ വീട്ടിലായിരുന്നു ആഘോഷം. അമ്പതാമത്തെ വാർഷികമാണ് ബാലഗോകുലത്തിന്റെ. 1975 ബാലഗോകുലം തുടങ്ങിയത്. നമ്മുടെ ഇവിടെ മറിയപ്പള്ളി ബാലഗോകുലം തുടങ്ങിയത് 1995. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ കലയെ പരിപോഷിപ്പിക്കാനും എല്ലാം സാധിച്ചു. അവർക്ക് ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒത്തിരി വിജയങ്ങൾ കൈവരിക്കാനും എല്ലാം നമ്മുടെ ബാലഗോകുലത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ബാലഗോകുലത്തിൽ കയ്യെഴുത്ത് മാസികയിൽ ബാലഗോകുലത്തിൽ 3-ാം സ്ഥാനം ലഭിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഗോകുലനൃത്യ ശേഖരണം നടത്തിയായിരുന്നു. അത് എല്ലാ വീടുകളിലും സമ്പർക്കം നടത്തി നമുക്ക് ഈ ബാലഗോകുലത്തിലെ ഏറ്റവും വലിയ തുക, ഇതുവരെ സംഭരിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ തുക സംഭരിച്ചു കൊടുക്കാനും താലൂക്ക് തലത്തിൽ അതിന് 3-ാം സ്ഥാനം ലഭിക്കാനും നമുക്ക് സാധിക്കും. അടുത്ത വർഷം 3-ാം സ്ഥാനം നിന്നുള്ളത് 1-ാം സ്ഥാനമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം ശാഖയുടെ രക്ഷാധികാരികളാണ് ഭഗവാന് മാലയിട്ട് അടുത്ത ചടങ്ങിലേക്ക് കടന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ശാഖയുടെ വാർഷിക റിപ്പോർട്ട് വായിച്ചു. കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കുട്ടികൾ ചെയ്തു. ഈ ഗോകുലവർഷത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു. പുസ്തക വിതരണം, മറിയപ്പള്ളി പാഞ്ചാന്യം ബാലഗോകുലവും സേവാഭാരതി സേവാനാഥവും ചേർന്ന് കുട്ടികൾക്കായി വേണിക്കുട്ടിയുടെ ഒരു ഗീതം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. മുഴുവൻ ഇതിലിട്ടിട്ടില്ല. ഗോകുലത്തിന്റെ കോട്ടയം ജില്ലാ കാര്യദർശിയാണ് രമചേച്ചി. രമചേച്ചിയുടെ സന്ദേശവും ഉണ്ടായിരുന്നു. രമചേച്ചിയുടെ സന്ദേശത്തിന് ശേഷം അധ്യക്ഷൻ ഗോപിയേട്ടൻ കൊടുത്ത സന്ദേശം കൂടെ വായിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരുള്ള നമ്മുടെ സംഘടന 50-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. കൃഷ്ണഗാഥ പോലെ, കഥകളി പോലെ കേരള മനസ്സിന് ആനന്ദം പകരാൻ ബാലഗോകുലത്തിന് സാധിച്ചു. നെയ്വിളക്ക് തെളിയിച്ച് സമകാലിക പ്രസക്തിയുള്ള സന്ദേശവുമായി രക്ഷാധികാരികളും രംഗത്തെത്തി. കാരണം നമുക്ക് എപ്പോഴും വരുന്നത് സന്തോഷമായിരിക്കണം, അല്ലാതെ മൂടിയായിട്ട് ഇരിക്കരുത് ഒരിക്കലും. ഒന്ന്, പിന്നെ നമിക്കാന്ന് പറയുന്നത് എന്താ? ഇങ്ങനെയല്ല, ഇങ്ങനെയാകാം, ഇതെല്ലാം നമിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ വിളക്ക് കത്തിച്ചപ്പം പറഞ്ഞതല്ല. ചിലവരൊക്കെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ നിന്ന് ചിലവർ ഇങ്ങനെ നിന്ന്, ചിലവർ ഇങ്ങനെ നിന്നു. അതൊന്നും അല്ല ചെയ്യേണ്ടത്. നമിക്കാൻ പഠിക്കണം. നമിക്കാൻ എന്താണ്? ശിരസ് കുനിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ കാട്ടിലും ചെറുതാണ്, അവരെ നമിച്ച് നമ്മൾ ചെയ്യുകയാണ്. അതിപ്പം ഞാനായാലും ആരായാലും ഞാൻ പക്ഷെ ഞാൻ യുദ്ധം ചെയ്യുകയില്ല, ഞാൻ ആയുധം എടുക്കുകയില്ല, ഞാൻ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. എന്ത് വേണമെന്ന് ചോദിച്ചു. ദുര്യോധനൻ എന്താ പറഞ്ഞേ? ദുര്യോധനൻ ആവശ്യപ്പെട്ടത് ഭഗവാന്റെ സൈന്യത്തെ മുഴുവൻ ദുര്യോധന വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ശേഷം ഈ വർഷത്തെ കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്തു. അധ്യക്ഷനും രക്ഷാധികാരികളും കാര്യദർശിയും കൂടെ ചേർന്നിട്ടാണ് പ്രകാശനം ചെയ്തത്. അവരുടെ കയ്യെഴുത്ത് മാസികയുടെ പേര് ഗീതാമൃതം എന്നാണ്. ഞാനത് കണ്ടായിരുന്നു. കുട്ടികളെല്ലാം നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടെ പടങ്ങളൊക്കെ വേണം എന്ന് വൈഭവ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. കുട്ടികളോടെല്ലാം ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും പടങ്ങളെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുശേഷം കളികളിലേക്ക് കടന്നു. ഇതാകുമ്പം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ.
അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവായി കേട്ടോ. ഗോകുലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് കുട്ടികളെയും കൊണ്ട് ലോജിക്കൽ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും കളികളുടെ ഭാഗമായിട്ട് ചെയ്യിപ്പിക്കുന്നത്. കൊമ്പ് ആനക്കൊമ്പ് പശുക്കൊമ്പ് പൂച്ചക്കൊമ്പ് എരുമക്കൊമ്പ് നായക്കൊമ്പ് കേട്ടില്ല കേട്ടില്ല. കളികളെല്ലാം കഴിഞ്ഞ് ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളവും കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കണം. അത് ടുട്ടുവിന് ചെറിയൊരു നിർബന്ധമുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡും കഴിച്ച് പെന്നി കയറി ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കഴിച്ച് നേരെ വീട്ടിലേക്ക്. പെന്നി ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഐസ്ക്രീമിന്. ഇറ്റ്സ് വെരി റീസണബിൾ. ഒരുപാട് ഫ്ലേവേഴ്സും ഉണ്ട്. എല്ലാം കഴിഞ്ഞപ്പം മണി 2 കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഈവനിങ് ആയപ്പം കുട്ടികളൊക്കെ കളിക്കാനായിട്ട് ഒരുമിച്ച് കൂടി. ഇന്ന് കുറച്ച് നേരം വെളിയിൽ പോയി കളിച്ച് കഴിഞ്ഞ് നേരെ എല്ലാവരും കൂടെ വീട്ടിലോട്ട് വന്നു. ഇനി കുറച്ച് സമയം ഇവിടെ ഒരു ബഹളമായിരിക്കും. വസുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഓടി കളിച്ചു. അവൾക്ക് ഉറക്കം വരുന്നെന്ന് എന്നോട് പറഞ്ഞു. അവളെയും കൊണ്ട് ഉറക്കി. ഞാനും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ടാറ്റാ.